അപ്പം നമുക്ക് വിത്ത് നട്ടാലോ? പച്ചമുളകും തക്കാളിയാണ് ഞാനിന്ന് നടാൻ പോകുന്നത്. പച്ചമുളക് നടാനായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്കമുളകില്ലേ, അതിൻ്റെ കുരു എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പീസുകൾ വയ്ക്കാം, അതല്ലാച്ച ഇതിൻ്റെ അരി എടുത്ത് വയ്ക്കാം, എങ്ങനെ വേണേലും ചെയ്യാം. ഇനി നമുക്ക് മണ്ണും വെർമി കമ്പോസ്റ്റും ചകിരിച്ചോറും കൂടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. കോക്കോപീറ്റ് ഒരു ചെറിയ കഷ്ണം എടുത്തുള്ളൂ, കാരണം ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ വീർത്ത് വീർത്ത് വരും. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി ഈ മിക്സ് സീഡ്ലിംഗ് ട്രേയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ചടങ്ങ്, വിത്ത് നടൽ. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ അച്ചമ്മ ഞങ്ങളെ കൊണ്ട് വിത്ത് നടിയിപ്പിക്കായിരുന്നു. എന്നിട്ട് പറയും ആരുടെ വിത്താണ് നന്നായി വളരണേ നോക്കട്ടെ എന്ന്. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ്, ഇന്നാണ് ഞാനിത് വീണ്ടും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് പഴയകാല ഓർമ്മകളിലോട്ട് പോയിരിക്കുകയായിരുന്നു. അച്ചമ്മയെ ഓർത്തു, കുട്ടിക്കാലം ഓർത്തു. അപ്പോൾ പറഞ്ഞു വന്നത്, ഇനി ഇത് വളരാനുള്ള കാത്തിരിപ്പാണ്. 7 ദിവസം കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട്